എപ്പോഴാണ് നമ്മളൊരു ഡെന്റൽ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നത്? നമുക്ക് ഒരു മിസ്സിംഗ് പല്ലുള്ള സ്ഥലത്താണ് നമ്മളൊരു ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മുടെ പല്ല് മിസ്സാവുന്നത് അല്ലെങ്കിൽ പല്ല് പോകുന്നത്? എങ്ങനെയാണ്? ഒന്നീ കേടുവന്ന് ആ പല്ല് നല്ലതായിട്ട് ആഴത്തിൽ കേടുവന്ന് ഞരമ്പിനെ ബാധിച്ച് താഴോട്ട് പോകുമ്പോൾ റൂട്ട് കനാൽ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എടുത്തു കളയാറുണ്ട്. അതല്ല, പല്ല് നല്ലതായിട്ട് ആടി പോവുകയാണെങ്കിലും നമ്മൾ പല്ല് എടുത്തു കളയാറുണ്ട്. ഇനി ഒരു പല്ല് അവിടുന്ന് പോകുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത്? നമുക്കറിയാം, പതുക്കെ പതുക്കെ അതിനോട് ചുറ്റുമുള്ള സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ല് പതുക്കെ പതുക്കെ ദ്രവിച്ച് പോകാറുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് പ്രായമുള്ളവരുടെ നമുക്ക് കാണുമ്പോൾ അറിയാം, എല്ലൊന്നും കാണത്തില്ല, പല്ല് സെറ്റ് വെക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ പ്രായമുള്ളവരുടെ മോണ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഒരു പല്ല് എടുത്തതിന് ശേഷം പതുക്കെ 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 അതിന് ചുറ്റുമുള്ള എല്ല് തേഞ്ഞ് പൊക്കോണ്ടിരിക്കും. അതുകൊണ്ട് ഒരു പല്ലാണ് ആ താടിയെല്ലിനെ ഒരു എക്സസൈസ് കൊടുക്കുന്നത്. ആ പല്ല് അവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എക്സസൈസ് അതിന് ലഭിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് അത് പതുക്കെ പതുക്കെ തേയ്മാനം തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു ഇംപ്ലാന്റിന്റെ മെയിൻ ഗുണമെന്ന് വെച്ചാൽ ആ എല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ആ എല്ലിനൊരു ടച്ച് കൊടുത്തുകൊണ്ടിരിക്കും, ഇല്ലേ? നമ്മൾ ആ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് ആ എല്ലിൻ്റെ ഉള്ളിൽ ഘടിപ്പിക്കുകയാണ്. അപ്പം എല്ലിന് എപ്പോഴും ഒരു എക്സസൈസ് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ എല്ലിൻ്റെ അളവ് അതേ ലെവലിൽ ഇരിക്കുന്നത്. ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ഒരു ഇംപ്ലാന്റും ഒരു ബ്രിഡ്ജ് അറിയാമല്ലോ. ഒരു മിസ്സിംഗ് പല്ലുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തെയും ഇപ്പുറത്തെയും പല്ലിനെ രാവിയാണ് നമ്മളൊരു ബ്രിഡ്ജ് വെക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പല്ലിനെ രാവി കളയുന്നുണ്ട്.